ഹായ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ നെറ്റ് പെട്ടെന്ന് ഡൗൺ ആവുക, അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പ്ലേ സ്റ്റോറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ബാറ്ററിയും അതുപോലെ തന്നെ ഡാറ്റയും ലാഭിക്കാൻ സാധിക്കും. മൊബൈൽ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പലതരം അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യാറൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പ്ലേ സ്റ്റോറിൽ നമുക്ക് നമ്മുടെ ബാറ്ററി തീർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് തീർക്കുന്ന 2-3 സെറ്റിംഗ്സുകൾ ഞാൻ കാണിച്ചു തരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിന്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്രൊഫൈൽ ഐക്കണിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലെ. പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പ്ലേ പ്രൊട്ടക്റ്റിൽ നമുക്ക് എന്തെങ്കിലും വൈറസുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ ഉണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഗിയർ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഗിയർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറലിൽ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്ട്. നമ്മുടെ ആപ്പുകളൊക്കെ എന്തെങ്കിലും വൈറസുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് സ്കാൻ ചെയ്യാനുള്ളത് അത് ഓൺ ആക്കി തന്നെ വെക്കുക. പക്ഷെ രണ്ടാമത് വന്നിരിക്കുന്നത് ഇംപ്രൂവ് ഹാർംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം ഇതുവഴി നമ്മുടെ നെറ്റ് തീരാനും അതുപോലെ തന്നെ ബാറ്ററി തീരാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ രഹസ്യങ്ങളെല്ലാം നമ്മൾ ഏതെല്ലാം കാര്യങ്ങളെല്ലാം ആപ്പ് വഴി ചെയ്യുന്നുണ്ടെന്നൊക്കെ അത് ഗൂഗിളിന് അയച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായിട്ട് നമ്മൾ ഒന്നുകൂടി പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ നെറ്റ്വർക്ക് പ്രിഫറൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലിക്കേഷൻസ് അപ്ഡേഷൻസ് ഒക്കെ ഓട്ടോ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സിസ്റ്റത്തിൽ നമ്മുടെ ഫോണിൽ 10-50 അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ നമ്മുടെ ബാറ്ററിയും പോവും, അതേപോലെ തന്നെ നമ്മുടെ നെറ്റും തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും താഴെ കാണിക്കുന്നത് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷനാണ് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഏത് അപ്ലിക്കേഷൻ ആണോ വേണ്ടത് അതൊന്ന് അപ്ഡേറ്റ് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി സെറ്റിംഗ്സിൽ വരിക. സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ജനറലിന്റെ താഴെയായിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഓരോരോ നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്തിനാണെന്നുള്ളത് നോക്കുക. ഇവിടെ നമുക്ക് അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ളത് അറിയാനുള്ള നോട്ടിഫിക്കേഷൻസ്, അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയുള്ള നോട്ടിഫിക്കേഷൻസ്, ഇങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ മൊബൈലിന്റെ ബാറ്ററിയും അതുപോലെ തന്നെ നെറ്റും വളരെയധികം തീർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡാറ്റ ലാഭിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ബാറ്ററി നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. എല്ലാവരും നിങ്ങളുടെ മൊബൈലിൽ ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ